ഈ ഷോൾഡർ പോയിന്റ് കണ്ടിട്ട് നമ്മൾ എങ്ങനെ ആം ഹോൾ ചെക്ക് ചെയ്യണമെന്ന് നോക്കാം. ആം ഹോൾ റൗണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ തോളിലെ പോയിന്റിൽ നിന്ന് ഈ മോളുടെ പോയിന്റ് എണ്ണ ഇവിടെ തൊട്ട് തന്നെ ഇങ്ങനെ പിടിക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തതുപോലെ ഇതുപോലെ പിടിക്കണം. നമുക്ക് ഇവിടെ ഈ പോൺ മുതൽ ഈ പോൺ വരെ കിട്ടുന്ന അളവിൽ പിടിക്കണം കേട്ടോ. അപ്പോൾ ഈ മോളുടെ കേസിൽ നമുക്ക് ഇട്ടിരിക്കുന്നത് 14.5 അല്ലേ? 14.5 അല്ലേ അമ്മ? 14.5. അപ്പോൾ 14.5യുടെ പകുതിയാണ് നമുക്ക് വേണ്ടത്. 14.5യുടെ പകുതി എത്രയാണ്? 7.25. അപ്പോൾ 14.5 നമ്മളിങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് 14.5 പിടിച്ചിട്ട് നമ്മൾ 7.25. അപ്പോൾ ഈ മോളുടെ കേസിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞാനൊരു ബോഡി പാർട്ട് പോലെ വരച്ചു. ഞാൻ വരച്ചിരിക്കട്ടെ. ഇതിൽ നമുക്ക് കാണേണ്ടത് ഷോൾഡറും ആം ഹോളും, ആം ഹോൾ റൗണ്ടാണ് കാണുന്നുണ്ട് കേട്ടോ. ഈ പോയിന്റ് കാണുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഈ ആം ഹോൾ റൗണ്ട് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. ഞാൻ ഇതുപോലെ നമുക്ക് വേണ്ട അളവിൽ മാർക്ക് ചെയ്യാം. അപ്പം ഈ പോയിന്റ് നമുക്ക് എത്രയായിരുന്നു വേണ്ടത്? 7.25 അല്ലേ? അപ്പം അങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലായിട്ടുള്ളൂ. 7.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട അളവ് ചെസ്റ്റ് റൗണ്ട് എത്രയായിരുന്നു? 10+1.5 അല്ലേ? അപ്പം നമുക്ക് ആ ചെസ്റ്റ് റൗണ്ട് വരുന്നത് ഈ പോയിന്റ് ചെയ്യുന്നത് ഇങ്ങനെ ആ ലൈനിൻ്റെ നേരെ താഴെ ഇങ്ങനെ പിടിക്കാം കേട്ടോ. അതായത് നമുക്ക് വേണ്ടത് എത്രയാണ്? 10+1.5. അപ്പോൾ 10 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വയ്ക്കും. +1.5 ഇട്ടിരിക്കുന്നുണ്ടോ? 10+1.5. ഞാൻ ചെറുതിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളത് വലിയ അളവിലേക്ക് തന്നെ കാണിച്ചു തരാം. അപ്പൊ നമ്മളൊരു കോഴി ഇത് നമ്മൾ തുണി 4ആക്കി മടക്കിയിട്ട പടം അല്ലേ? ഇത് നമ്മുടെ ഷോൾഡർ 7.25, ഷോൾഡർ 7.25, ആം ഹോള് 7.25. മനസ്സിലായോ? ഇനി വേണ്ടത് ഈ പോയിന്റ് നമ്മൾ 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം. ആ 1.5 നമ്മൾ നോക്കി ചെക്ക് ചെയ്തിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന പോയിന്റ് നമുക്ക് 1.5 ഇഞ്ച് ആയിരുന്നു. 1.5 ഇഞ്ച് നമുക്ക് മാറ്റുന്നുണ്ട്. 1.5 ഇഞ്ച് ക്ലിയർ ആയില്ലേ? ഇനി വേണ്ടത് ഈ പോയിന്റിന്റെ മിഡ് പോയിന്റ് കാണണം. ഈ പോയിന്റിന്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 7.5യുടെ പകുതി 3 അല്ലേ മാർക്ക് ചെയ്യാം. 3.25 വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ പോയിന്റ് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഇതിൽ മുട്ടിയിട്ട് നമ്മൾ 1/4ലേക്ക് മുട്ടിങ്ങനെ മാർക്ക് ചെയ്യണം. ഇതിൻ്റെ മിഡ് പോയിന്റിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? ഇനി നമുക്ക് വേണ്ടത് ഈ മോളുടെ ആം ഹോൾ റൗണ്ടാണ്. എങ്ങനെയാണ് ആം ഹോൾ റൗണ്ട് കാണുന്നത്? കൈ ഇതുപോലെ പിടിക്കാൻ മതി. നമുക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ മോളുടെ കേസിൽ 18 ഇഞ്ച് ഉണ്ട്. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നമ്മുടെ ഈ ബോണിന്റെ മുകളിൽ ഇങ്ങനെ കയറ്റി പിടിക്കണം കേട്ടോ. അപ്പോൾ ഈ മോളുടെ കേസ് നമുക്ക് 18 ഇഞ്ച് ഉണ്ട്. അപ്പൊ 18/2 എത്ര വന്നു? 9 ഇഞ്ച്. 18/2 9 വന്നു അല്ലേ? അപ്പൊ ഈ 9 ഉണ്ടോ നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കണം. ഈ ആം ഹോൾ റൗണ്ട് 9 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ അവിടെ നിന്ന് നമ്മൾ ഷോൾഡർ കൂട്ടിയടിക്കുമ്പോൾ അരയിഞ്ച് പോകില്ലേ? ഷോൾഡർ കൂട്ടിയടിക്കുമ്പോൾ അരയിഞ്ച് പോകും. അപ്പോൾ നമുക്ക് ആ പോയിന്റിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇതുപോലെ വച്ചിട്ട് വേണ്ട ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കയറ് ചെയ്ത് നോക്കണം. നമ്മുടെ അളവിൽ കറക്റ്റ് 1/4 വേണ്ട 9 ഇഞ്ച് വന്ന് നിൽക്കുന്നുണ്ടോ? മോളുടെ കേസിൽ കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നില്ല. എനിക്ക് 9 ഇഞ്ച് മനസ്സിലായോ കേട്ടോ? ഇവിടെ 9 വന്നിരിക്കുന്നത്. അപ്പൊ ടേപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ അളവ് നോക്കാം. ഈ 9 ഇഞ്ച് വന്നില്ല എങ്കിൽ, അതായത് ഈ ആം ഹോൾ റൗണ്ടിന്റെ പകുതി 9 ഇഞ്ച് നമുക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പോയിന്റോടെ താഴേക്ക് ഇറക്കണം. അതായത് ടേപ്പിൽ നമ്മൾ ഒരു പോയിന്റോടെ നേരെ താഴേക്ക് ഇറക്കണം. താഴേക്ക് ഇറക്കിയതിന് ശേഷം നമ്മൾ അവിടെ വേണം ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാനായിട്ട്. ഇവിടെ വേണം നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. മനസ്സിലായോ? എന്നിട്ട് വേണം എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. കറക്റ്റ് ഇങ്ങനെ 1.5 ആണോ ചെക്ക് ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. കറക്റ്റ് 1.5 ആണോ ചെക്ക് ചെയ്ത് നോക്കണം. മനസ്സിലായോ? എന്നിട്ട് ഈ ഇതിന്റെ മിഡിൽ നിന്ന് ഇതിനെ കണ്ടിങ്ങനെ മാർക്ക് ചെയ്യണം.
ഈ പോയിന്റിൽ നമ്മൾ ഇതിനെ കണ്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇത്ര ഇറങ്ങിയൊന്നുമില്ല എനിക്ക് കണ്ടോ, മനസ്സിലാവുണ്ടോ? ഈ കൈക്കുഴി ഇങ്ങനെ ഇറങ്ങിയൊന്നുമില്ല എനിക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അളവ് നോക്കണം. കറക്റ്റ് നമുക്ക് ഈ പോയിന്റിൽ വരുമ്പോൾ മോളുടെ അളവിൽ കൂടുതലാണ്. മോൾക്ക് ഇപ്പൊ നമുക്ക് അവിടെ അളവ് കിട്ടിയല്ലോ, ഇവിടെ അളവ് കിട്ടിയല്ലോ. അപ്പൊ ആംഹോൾ റൗണ്ട് കറക്റ്റ് ഈ ഷോൾഡർ പോയിന്റ് തന്നെ ആംഹോൾ ലെങ്ത് എടുത്തിട്ട് ആംഹോൾ ലെങ്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡാണിത്. ആംഹോൾ റൗണ്ട് ചെക്ക് ചെയ്യുക, റൗണ്ട് എടുക്കുക, ബൈറ്റ് വേണം 9 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഈ വരച്ചിരിക്കുന്ന പോയിന്റ് കറക്റ്റ് അളവ് നോക്കാം. ഈ 1 ഇഞ്ച് വിട്ടിട്ട് വേണം അളവ് നോക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇപ്പൊ ഇതിന്റെ ബൈറ്റ് 9 കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. 9 ഉണ്ടെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു പോയിന്റ് താഴേക്ക് ഒന്നുകൂടെ ഇറക്കി കൊടുക്കണം. ഒന്നുകൂടെ ഇറക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചെസ്റ്റ് ലൈൻ വരയ്ക്കാം. അതിനുശേഷം നമ്മൾ ഈ പോയിന്റിൽ നിന്നോണം 1.5 മാർക്ക് ചെയ്യാൻ. എന്നിട്ട് വേണം നമ്മൾ ഇതിന്റെ മാർക്കിങ് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ അളവ് കറക്റ്റായിട്ട് ഇവിടെ കിട്ടും. ഈ കേസിലുണ്ട്. ഇല്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യണം അപ്പൊ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ. അപ്പൊ ഒരു പടി. അപ്പൊ ആ സമയത്ത് ഈ കൈക്കുഴി ഈ ഷോൾഡർ തന്നെ ആംഹോൾ ലെങ്ത് എടുത്തു. ആ സമയത്ത് ആംഹോൾ റൗണ്ട് ചെക്ക് ചെയ്തപ്പോ ഇത് ഇത്തിരി കൂടുതലാണ്, നമ്മൾ ഈ വരച്ചിരിക്കുന്ന കൂടുതലാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു അല്ലെ, താഴേക്ക് പ്രൊഡ്യൂസ് ചെയ്യല്ലേ ചെയ്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഒരു പോയിന്റ് റെഡ്യൂസ് ചെയ്യണം, ഒരു പോയിന്റ് കുറച്ചെടുക്കണം മുകളിലേക്ക്. അപ്പൊ നമ്മുടെ മെയിൻ അളവ് ഇതല്ലായിരുന്നോ, അപ്പൊ നമ്മൾ ഒരു പോയിന്റ് മുകളിലേക്ക് കൊടുക്കണം കേട്ടോ, മുകളിലേക്ക്. അവിടെ വേണം നമ്മുടെ ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാൻ. എന്നിട്ട് ഈ പോയിന്റിൽ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആംഹോൾ റൗണ്ട് ഇതുപോലെ വരച്ചു കൊടുക്കണം കേട്ടോ. അതായത് ചെസ്റ്റ് റൗണ്ട് ഇവിടെയായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ആ മോളുടെ കേസിലെ അളവ് നമുക്ക് അവിടെ അളവ് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് കിട്ടും. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോ നമ്മുടെ ഈ ഷോൾഡർ പോയിന്റ് എടുത്തിട്ട് കറക്റ്റ് ആംഹോൾ ലെങ്തും അത് തന്നെ എടുത്തിട്ട് ഇത് ഇത്തിരി തികയാതെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന മെത്തേഡാണ് ആംഹോൾ റൗണ്ട് ചുറ്റളവ് എടുക്കുക, അതിന്റെ പകുതി കാണുക, ആ അളവ് നമുക്ക് ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു പോയിന്റിനെ താഴേക്ക് ഇറക്കിയിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ വേണം 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് അവിടെ നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയോ? എന്താ വലിയത് കുറവാണെങ്കിൽ നമ്മൾ കൂടുതലെടുത്തു, അതായത് പ്ലസ് ചെയ്തെടുത്തു അല്ലേ. ഇത് നമ്മൾ എന്ത് ചെയ്യാം, കൂടുതലാണെങ്കിൽ നമ്മളൊന്ന് റെഡ്യൂസ് ചെയ്യണം, കുറച്ചെടുക്കണ്ട. അപ്പൊ നമ്മൾ മുകളിലേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ വേണം ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാൻ. എന്നിട്ട് അവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അപ്പൊ നമ്മുടെ കറക്റ്റ് കൈക്കുഴി റൗണ്ട് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇത് അല്ല എങ്കിൽ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിന്റെ ബൈ 4 എടുക്കാം. ബൈ 4 കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തോടെ നമ്മൾ എന്ത് ചെയ്യാം, +1 ഇഞ്ച് ആഡ് ചെയ്യാം. അപ്പോ ചെസ്റ്റ് റൗണ്ടിന്റെ 6-1 കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം, +1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് കൈക്കുഴി റൗണ്ട് കിട്ടും, അതായത് ആംഹോൾ ലെങ്ത് കിട്ടും കേട്ടോ.